ഒരു ദിവസത്തെ കളി, സെക്സി ദുർഗ, ചോല, കയറ്റം തുടങ്ങിയ സിനിമകളോട് ശ്രദ്ധേയനായ സംവിധായകനാണ് സനൽകുമാർ ശശിധരൻ. വഴക്കാണ് അവസാനം അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട സംവിധായകൻ നടത്തിയ ചില പരാമർശങ്ങളും പങ്കുവച്ച പോസ്റ്റുകളും വൈറലാകുകയും വിവാദമാകുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ നടി നിയമവഴിക്ക് തന്നെ നീങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട് വീണ്ടും ചില വെളിപ്പെടുത്തലുകൾ നടത്തി ചെയ്യുകയാണ് സനൽകുമാർ ശശിധരൻ. മഞ്ജു വാര്യർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ട ശേഷം നാട്ടിൽ നിൽക്കാൻ കഴിയാതോടെയാണ് അമേരിക്കയിലേക്ക് പോയതെന്ന് സംവിധായകൻ പറഞ്ഞു. താൻ തടവറയിലാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞതായും സനൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തുടർന്ന് വായിക്കാം. ഞാൻ പ്രണയം പറഞ്ഞ് ശല്യം ചെയ്തുവെന്ന പരാതിയിലാണ് എനിക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്തിരിക്കുന്നത്. 2022 ആ പരാതി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോയി. എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അമേരിക്കയിലായിരുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു. അവർ എന്നോട് പറഞ്ഞത് അവർ ഒരു തടവറയിലാണെന്നും അവരുടെ മകളുടെ ലൈഫ് വെച്ച് വിലപേശുകയാണെന്നും അതുകൊണ്ട് ഈ കേസിനെ പറ്റി അവർക്കൊന്നും പറയില്ലെന്നും പറഞ്ഞു. ഞാൻ ഇതെല്ലാം പുറത്തു പറഞ്ഞതാണ്. വോയിസ് റെക്കോർഡുകൾ പുറത്തു വിട്ടിട്ടുമുണ്ട്. ഇത് ഏറ്റെടുക്കണമെന്ന് പത്രങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. പരാതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ പരാതികളൊന്നും തന്നെ അന്വേഷിച്ചില്ല. പിന്നീട് 2025 ഞാൻ നാട്ടിലേക്ക് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നു. ബോംബെ വിമാനത്താവളത്തിൽ വെച്ച് അധികൃതർ എന്നെ തടഞ്ഞു നിർത്തി. എനിക്കെതിരെ ഒരു രേഖയും ഇല്ലാത്തതാണ് തടഞ്ഞു നിർത്തിയത്. സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ 2 തവണ എൻ്റെ ജീവൻ രക്ഷിച്ചു. അതിന് നന്ദിയുണ്ട്. തടഞ്ഞു വച്ചിരിക്കുന്ന വിവരം പത്രക്കാരെ അറിയിച്ചതുകൊണ്ട് നാട്ടിൽ എല്ലാവരും അറിഞ്ഞു. അറസ്റ്റ് ചെയ്ത് എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് നോക്കുമ്പോൾ എൻ്റെ പേരിൽ ഒരു കേസുമില്ല. ശേഷം എൻ്റെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു. ആ കേസ് നടന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ എനിക്കെതിരെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഈ കേസ് അന്വേഷിക്കണം. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പിഴച്ച് അകത്തിടണം. വിചാരണ ചെയ്ത് ശിക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ എന്നെ വെറുതെ വിടണമെന്നോ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, ശിക്ഷിക്കണം. അതുപോലെ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ സിനിമ പൂഴ്ത്തിവെക്കാൻ നടത്തുന്ന ഗൂഢാലോചന ഭാഗമായിട്ടാണ് എനിക്കെതിരെയുള്ള കള്ളക്കേസുകൾ ഉള്ളത്.